പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് സ്തുതിപ്പിനെ കുറിച്ചാണ്. ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത, സ്തുതിച്ചാൽ എന്ത് കിട്ടും, എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 113:1 ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിനെ സ്തുതിക്കുവിൻ. അപ്പോൾ കുറച്ച് സ്തുതിച്ച് നിർത്തുക എന്നുള്ളതല്ല, ഉദയം മുതൽ അസ്തമയം വരെ. ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കണമെന്നാണ്, സ്തുതിക്കണമെന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്വർഗം അവൻ്റെ സിംഹാസനമാണ്, സ്തുതിയുടെ സിംഹാസനമാണ്. അവിടെ മാലാഖമാർ നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഭൂമിയിൽ, ദൈവത്തിൻ്റെ പാദപീഠം ഭൂമിയിലാകയാൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയ 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 എന്ന് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ സ്തുതിക്കുന്ന വ്യക്തി നമ്മൾ അറിയാതെ തന്നെ ചിറകില്ലാത്ത മാലാഖമാരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്തുതിപ്പിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്, സ്തുതിപ്പിലാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആയതിനാൽ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ നാമം, അവൻ സത്യവാനാണ്, അവൻ പരിശുദ്ധനാണ്. നമ്മൾ ഒരു ഹല്ലേലൂയ എന്ന് ഉച്ചരിക്കുമ്പോൾ അവൻ്റെ ഈ പരിശുദ്ധിയിലേക്കും അവൻ സത്യത്തിലേക്കും കടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സങ്കീർത്തനം 22:3 ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന്. അപ്പോൾ ഓരോ ഹല്ലേലൂയ പറയുമ്പോഴും ഈ പരിശുദ്ധിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ശബ്ദമുയർത്തി മനമുയർത്തി കർത്താവിനെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. ഹാലലുയ ഹാലലുയ. അപ്പോസ്തല പ്രവർത്തനം 16:25 ഇപ്രകാരം പറയുന്നുണ്ട്: അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചു. നമുക്കറിയാം, പൗലോസും സീലാസും എപ്രകാരമാണ് തടങ്കലിൽ കിടന്നിരുന്നതെന്ന് നമുക്കറിയാം. അത് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. കാല് ആമം വെച്ച് കയ്യിൽ ചങ്ങല ഇട്ടിട്ട് നിന്നെടുത്ത് തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ, അനങ്ങാൻ പറ്റില്ല. അവർ അർദ്ധരാത്രിയോടടുത്ത് അവരുടെ ജീവിതം ഇനി നഷ്ടപ്പെടും, ഒന്നിനും ഇനി ഞങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് മനം തകർന്നിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ചത്. കയ്യിലിരുന്ന ചങ്ങലകൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. എന്താ സംഭവിച്ചത്? കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഞങ്ങളെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്ന, ഞങ്ങൾ നാളെ മരിക്കുമെന്ന് വിചാരിച്ചിരുന്നവരെ സ്തുതിപ്പിലൂടെ സ്തുതികൾ ഉയർന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാട്ടിങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ: അർദ്ധരാത്രിയിൽ കാരാഗൃഹത്തിൽ പൗലോസും സീലാസും പ്രാർത്ഥിച്ചു, തടവുകാർ കേൾക്കെ അത് പാടി സ്തുതിച്ചു കർത്താവാമേശുവിൻ നാമം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി,
പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. അടിത്തറ കുലുങ്ങി, വാതിലുകൾ തുറന്നു. സ്തുതി സ്തുതി സ്തുതിക്കുമ്പോൾ ലഭിക്കും, ശക്തിയും കൃപയും ലഭിക്കും. കർത്താവമേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, സ്തുതിച്ചാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. നാളെ രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ചിരുന്നവർ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്ത് വന്ന്, ആ സമയം വചനം വളരെ മനോഹരമായിട്ടാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. നിന്നിരുന്ന കാവൽക്കാരൻ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഓടിക്കളഞ്ഞില്ല പൗലോസും ശീലാസും. അവർ പറഞ്ഞ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കണം. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 43:30 ഇപ്രകാരം പറയുന്നു: എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിലും ഉപരിയാണ്. നമ്മൾ എത്ര സ്തുതിച്ചാലും അതിലും ഉപരിയാണ് ദൈവം. അതുകൊണ്ട് എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, സർവശക്തിയോടുകൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. അപ്പം നമ്മൾ എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. അതുകൊണ്ട് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കണം. പൗലോസും ശീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ മഹത്വത്തിലേക്ക് കടന്നു വരണം. സ്തുതിക്കുന്നവന് ഒരിക്കലും ഒന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകുകയില്ല. നീ സ്തുതിക്കുമ്പോൾ, നീ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലെ വെള്ളം കമത്തിക്കളയുന്നത് പോലെയാണ്. പ്രിയ സഹോദരങ്ങളെ, നിറഞ്ഞിരുന്നാൽ അതിനകത്ത് ഒന്നും ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയില്ല. എന്നാൽ കാലിയായെങ്കിൽ മാത്രമേ പുതിയത് ശേഖരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രഭാതത്തിലും പുതിയതാണ്. നിൻ്റെ ജീവിതത്തിലെ എല്ലാ ചിന്തകളും പുതിയതാണ്. അതുകൊണ്ട് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് പ്രഭാതത്തിന് മുമ്പ് ഉണർന്ന് നിലവിളിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ നൽകുമെന്ന്. എന്ന് വെച്ചാൽ പ്രഭാതത്തിന് മുമ്പ് ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, യെശയ്യാപ്രവചനം 1-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ വിലാപത്തെക്കുറിച്ച് കാണാം. എല്ലാ പ്രഭാതത്തിലും പക്ഷികളും വൃക്ഷലതാദികളും ദൈവത്തെ സ്തുതിക്കും, അവരാരാധിക്കും, മഹത്വപ്പെടുത്തും. എന്നാൽ മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്. അതൊരു വലിയ വിലാപമാണ്. കാള തൻ്റെ ഉടയോനെ അറിയും, കഴുത തൻ്റെ യജമാനെ അറിയും, എന്നാൽ എന്നെ അറിയാത്തത് ദൈവ ജനമാണ്. ദൈവത്തെ അറിയാത്തത് മനുഷ്യനാണെന്ന് വളരെ വ്യക്തമായും പ്രയാസത്തോടെ പറയുന്ന ഒരു വചനഭാഗമാണത്. അതുകൊണ്ട് നമ്മൾക്ക് തീരുമാനമെടുക്കാം, പ്രഭാതത്തിന് മുമ്പ് ഞാൻ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകമായി ഞാൻ മാറും. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കൃപ എനിക്ക് ലഭിക്കും. ആയതിനാൽ തീരുമാനമെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം, കർത്താവിനെ ആരാധിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവെ നന്ദി, ആരാധന, 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 ആരാധന. പ്രൈസ് ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 104 ഇപ്രകാരം പറയുന്നു: കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടം കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. കൃതജ്ഞതയോടെ ദൈവത്തിന് സ്തുതിക്കണം. നന്ദി പറഞ്ഞുകൊണ്ട്, കൃതജ്ഞത, നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. നമുക്കറിയാം, നമ്മൾ
പേപ്പർ എടുത്ത് നോക്കിയാൽ എത്രയോ മനുഷ്യരുടെ ഫോട്ടോയാണ് ഈ ഭൂമിയിൽ നിന്നും മരിച്ചുപോയത് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ ഇപ്പോഴും നിലനിർത്തുന്നില്ലേ? എത്രയോ വലിയ കൊറോണ വന്ന്, എത്രയോ ദുരന്തങ്ങൾ വന്ന്, പക്ഷേ നമ്മൾ നിലനിർത്തിയിട്ടില്ലേ? നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് തീരുമാനിക്കണം, ദൈവം നൽകുന്ന ഓരോ ദിവസത്തെയും ഓർത്ത്, ദൈവം നമുക്ക് നൽകുന്ന ഭക്ഷണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. സങ്കീർത്തനം 150:1 ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, 2-3 പേർ ഒരുമിച്ച് ചേരുന്നിടത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കണം, സ്തുതിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അങ്കണത്തിൽ അവിടുത്തെ സ്തുതിക്കണം. അവിടുത്തെ ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുമ്പോഴെല്ലാം കർത്താവിനെ സ്തുതിക്കണം. അതുതന്നെയുമല്ല, ദേവാലയത്തിൻ്റെ കവാടം കടക്കുമ്പോൾ ചെയ്തു തന്നിരിക്കുന്ന സകല നന്മയും ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യബലിക്ക് പ്രവേശിക്കണം. നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതാണ് ബലി. ആ ബലിയിലേക്ക് സ്തുതികളോടെ, കൃതജ്ഞതയോടെ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ആയതിനാൽ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവെ, അറിഞ്ഞോ അറിയാതെയോ നിൻ്റെ മഹത്വപ്പെടുത്തുവാൻ മറന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. കർത്താവെ, ആരാധന, സ്തോത്രം. പ്രൈസ് ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 149:1 കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി സ്തുതിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി സ്തുതിക്കുവിൻ. പലപ്പോഴും നമുക്ക് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ സ്തുതികൾ ഉയരില്ല, സ്തുതിക്കുവാൻ നാണമായിരിക്കാം, സ്തുതിക്കാൻ സാധിക്കില്ല. പറയാണ്, വിശുദ്ധരുടെ സമൂഹത്തിൽ എന്നെ ഏറ്റുപറയാൻ, വിശുദ്ധരോടൊപ്പം ചേർന്ന് അവിടുത്തെ ആരാധിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നന്ദി പറയുമ്പോൾ ദൈവം നിന്നെ നിൻ്റെ ദേശത്തും നിൻ്റെ ഭവനത്തും നീ ആയിരിക്കുന്നിടത്തും കർത്താവ് നിന്നെ എടുത്തുയർത്തും. ആയതിനാൽ സർവശക്തിയോടുകൂടെ അവിടുത്തെ ആരാധിക്കണം, അവിടുത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. യെശയ്യാ 38:20 ഇപ്രകാരം പറയുന്നു: കർത്താവ് നിന്നെ രക്ഷിക്കും, ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാദത്തോടെ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. തന്ത്രിനാദത്തോടെ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്ത്രിനാദങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ വിരലുകൾ 10 തന്ത്രി എന്ന് പറഞ്ഞാൽ 10 കമ്പിയുള്ളതിനെയാണ് തന്ത്രിനാദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കരങ്ങൾ ഉപയോഗിച്ച്, കരങ്ങളടിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തി ആരാധിക്കണം. അതിന് ലജ്ഞ തോന്നേണ്ട കാര്യമില്ല. കാരണം ദാവീദ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചു. എപ്രകാരമാണെന്ന് നമുക്കറിയാം. ബൈബിൾ പരിശോധിക്കുമ്പോൾ അവൻ ഉടുമുണ്ട് ഉരിഞ്ഞു പോയിട്ടും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഊട്ടയിലൂടെ നോക്കിയ സ്ത്രീ പറഞ്ഞു, അയ്യേ, ഇവന് നാണമില്ലേ? പക്ഷേ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ നിൽക്കുന്നത് എന്നെ പൂർണ്ണമായും അറിയുന്ന, എൻ്റെ ശരീരം മുഴുവൻ കാണുന്ന ആ ദൈവത്തിൻ്റെ മുന്നിലാണ് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സ്തുതിപ്പിൽ ഒരിക്കലും നാണം കൂടാതെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ചിലർക്ക് ഒച്ചയിടുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ബഹളമുണ്ടാക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ അത് മറന്ന് ആരാധിക്കണമെന്നാണ് പറയുന്നത്. എന്ത് സംഭവിക്കും എന്താണെന്നറിയില്ല. കർത്താവിനെ അറിയുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കും. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ എന്താ, ദൈവത്തിൻ്റെ ശക്തി അവനിലേക്ക് വരും. ദൈവത്തെ അറിയാത്തവർ പോലും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു തീ കഷ്ണം കുറച്ച് ആളുകളുടെ ഇടയിൽ അത് ആളിക്കത്തിയാൽ അവിടെ ഇരിക്കുന്ന ചുറ്റും ആ തീയുടെ ചൂട് അനുഭവിക്കുന്നത് പോലെ സ്തുതിപ്പ് ഉള്ള ഒരു മനുഷ്യൻ, ഭാഷാപരമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ആ ദേശം മുഴുവൻ, നീ എവിടെ ഇരിക്കുന്നോ, നീ ഏത് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നോ, നീ ഏത് കൂട്ടത്തിൽ നിന്ന് സ്തുതിക്കുന്നോ, ആ കൂട്ടം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറയുമെന്ന് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആയതിനാൽ ഒരു നാണവും വിചാരിക്കാതെ സർവശക്തിയോടെ കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. ദൈവം നമ്മളെ രക്ഷിക്കും. ലൂക്കാ സുവിശേഷം
19:39 മുതലുള്ള വാക്യങ്ങൾ. അവൻ പട്ടണത്തോടടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒലിവ് ശാഖയും പിടിച്ച് കുറേ പേര് അവൻ ഓസാന പാടിയത് നമുക്കറിയാം. കഴുതപ്പുറത്ത് വരുമ്പോൾ ഒലിവ് ശാഖയും പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. എന്താണ് ഒലിവ് ശാഖ അന്ന് കർത്താവിന് മഹത്വപ്പെടുത്താൻ എടുത്തതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതായിപ്പോൾ. ഒലിവ് ശാഖ എടുക്കാനുള്ള കാരണം നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയം വന്ന് മുഴുവൻ ഈ ഭൂമിയെ മുക്കിക്കളഞ്ഞപ്പോഴും ഒരിക്കലും വാടാതെ തളരാതെ നിന്നത് ഒലിവ്. നമുക്കറിയാം, ആദ്യം കാക്കയെ പറഞ്ഞു വിടുന്നു, കാക്ക തിരിച്ചു വന്നില്ല. പ്രാവിനെ പറഞ്ഞു വിട്ടു, പ്രാവ് തിരിച്ചു വന്നത് ഒലിവ് ഇലയും എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഏത് തകർച്ചയിലും ഏത് പ്രലോഭനങ്ങളിലും പിടിച്ചു നിൽക്കാൻ, ഏത് സഹനത്തിൻ്റെ മുമ്പിലും നിലനിൽക്കാൻ സ്തുതിക്കുന്ന ആ വ്യക്തിക്ക് സാധിക്കുമെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് അന്ന് ഒലിവ് ശാഖയും വീശി കടന്നു വന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്തുതിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്ന വ്യക്തിയായി മാറും. നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഏത് അന്ധകാര ശക്തിയിലാണെങ്കിലും അതിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കുമെന്ന് വളരെ വ്യക്തമായും പറഞ്ഞു തന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ ഒലിവ് ശാഖയും പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്ക് ഏവർക്കും ആ സർവശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഒച്ചത്തിൽ ഗീതമാലപിച്ചുകൊണ്ട് കർത്താവിന് മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനൊരു പുതിയ കീർത്തനമായിരിക്കണം, കർത്താവിനൊരു പുതിയ ഗീതം ആലപിക്കണം. എപ്പോഴും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു ഗീതം. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ സങ്കീർത്തനം 151 മാറണം. എത്ര സങ്കീർത്തനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയുന്നത് 151 സങ്കീർത്തനം ഉണ്ടെന്ന്. അപ്പോൾ ബൈബിളെടുത്ത് നോക്കും, 150 ഉള്ളു. അപ്പോൾ വിളിച്ചിട്ട് പറയും, ബ്രദറെ 151 150 ഉള്ളെന്ന് പറയും. ഞാൻ പറയില്ല, 151 ഉണ്ടെന്ന് പറയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 151 സങ്കീർത്തനം നമ്മളായി മാറണം. നമ്മൾ പുതിയ കീർത്തനമായി മാറണം, പുതിയൊരു വ്യക്തിയായി മാറണം, പുതിയൊരു കൃപയായി മാറണം. ദൈവത്തെ സ്തുതിച്ചാൽ മാത്രമേ ഒരു പുതിയ വ്യക്തി ഉടമയായി മാറുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ആയതിനാൽ കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി, കർത്താവിനെ സ്തുതിക്കുന്നവരായി, കർത്താവിൻ്റെ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയുന്നവരായി നമുക്ക് മാറാം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ശക്തമായി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യം. അതിപ്രകാരമാണ് പറയുന്നത്, പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുകയില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ വചനം ധ്യാനിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കും. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്തുതിക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ പ്രചോദനവും നമ്മൾ മനസ്സിലാക്കാത്തതാണ് കർത്താവിനെ സ്തുതിക്കാത്തത്. അതുകൊണ്ട് പാപ സാഹചര്യത്തിൽ നിന്നും ഓടി ഒളിക്കുക, നന്മയിലേക്ക് തിരിച്ചു വരിക, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് എല്ലാവർക്കും മാറാം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കൂടുതൽ ശക്തി പ്രാപിച്ച് സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. സ്തുതിയിലാണ് തിന്മ ഓടിപ്പോകുന്നത്. സാത്താൻ്റെ കെട്ടുകളൊക്കെ അഴിയുന്നത് സ്തുതിപ്പിലാണ്. ബന്ധനം അഴിയുന്നത് സ്തുതിപ്പിലാണ്. രോഗക്കെട്ട്, പാപക്കെട്ട്, ശാപക്കെട്ട് ഇതെല്ലാം സ്തുതിക്കുമ്പോഴാണ്. പ്രിയ സഹോദരങ്ങളെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പ്രാരംഭ ധ്യാനം, അതിൽ ഉപവാസവും കഴിഞ്ഞ് ഒരാരാധനയുണ്ട്. അത് പനക്കലച്ചനാണ് അത് ചെയ്യുന്നത്. ഈ ആരാധനയിൽ ഭയങ്കര സ്തുതിപ്പാണ്. അതൊരു സന്ധ്യയായി വരുന്ന സമയത്താണ്. ആ സ്തുതിപ്പിലാണ്
പല രോഗങ്ങൾ വഴിയുന്നു. തളർന്ന രോഗികളൊക്കെ എഴുന്നേറ്റ് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞത്, ഈ ധ്യാനം ഞാൻ കൂടാം, എൻ്റെ കണ്ണുകൊണ്ട് എനിക്കൊരു അത്ഭുതം ഇവിടെ കാണിച്ചാൽ മാത്രമേ ഞാൻ ധ്യാനത്തിൽ വിശ്വസിക്കുകയും പിന്നീട് ഈ കാര്യത്തിന് നീങ്ങുകയുള്ളെന്ന് പറഞ്ഞിട്ടാണ്, കർത്താവിനോട് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസമായിട്ടും ഞാൻ പറഞ്ഞ പോലെ അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ ഈ സമയം അച്ഛൻ ആരാധന എഴുന്നള്ളിച്ച് ജനങ്ങളുടെ മധ്യേ ഇങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ അടുത്ത് കൂടെയും പോയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്, രണ്ട് കാലും വയ്യാതെ വടിയിലാണ് നടക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് ഈ മനുഷ്യനെ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്നാണ്, ഇനി വിശ്വസിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഈശോയെയും കൊണ്ട് അച്ഛൻ തിരിച്ചു കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടില്ല. പിന്നീട് ഞാൻ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യൻ തൻ്റെ കയ്യിലിരുന്ന 2 വടിയും കളഞ്ഞിട്ട് സാക്ഷ്യം പറയുന്നതാണ് കാണുന്നത്. എനിക്കപ്പം മനസ്സിലായി, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സകല കെട്ടുകളും അഴിഞ്ഞ് മനുഷ്യൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം കൃപ നൽകുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്തതാണ് ഇനി കർത്താവിൻ്റെ കൂടെ, ഇനി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന്. അന്ന് കണ്ട അത്ഭുതമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ദൈവം അനുഗ്രഹിച്ചതും ഇടയാക്കിയതും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്തുതിപ്പിലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത്, സ്തുതിപ്പിലാണ് കെട്ടുകൾ അഴിയുന്നത്, സ്തുതിപ്പിലാണ് ബന്ധനം അഴിയുന്നത്, ആ സ്തുതിപ്പിലാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദ്യ കാലഘട്ടങ്ങളിൽ 50,000 60,000 പേരൊക്കെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ ധ്യാനകേന്ദ്രത്തിൽ ഉടനീളം സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. വിശുദ്ധ കവാടത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധരോടൊപ്പം അവിടുത്തെ സ്തുതിക്കുവിൻ. നമ്മൾ സ്തുതിക്കുമ്പോൾ ക്രോവേന്മാരും ശ്രാപ്പേന്മാരും മാലാകമാരും വിശുദ്ധരും നമ്മോടൊപ്പം അണിചേരും. ആയതിനാൽ സ്തുതിപ്പ് വലിയൊരു ശക്തിയാണ്. സ്തുതിച്ചാൽ ഒരിക്കലും മതിവരാത്ത രീതിയിൽ സ്തുതിക്കുക. ജീവിതകാലം മുഴുവൻ കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറുക. ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കുക. നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സ്തുതിക്കുന്ന ഒരു ഗണത്തെ അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആയതിനാൽ കിട്ടിയ കൊച്ചു കൊച്ചു നന്മകൾ മാറ്റിവെച്ചുകൊണ്ട് അല്ല, പുതിയ പുതിയ കൃപകൾ വീണ്ടും കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രോഗങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, ദാരിദ്ര്യത്തിൻ്റെ ദുർഭൂതം ഭവനങ്ങളിൽ നിന്നും വിട്ടുപോട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി. ആരാധന, ആരാധന. എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ സ്തോത്രം. പ്രൈസ് ജീസസ് ടാങ്കിലോട് എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ ആരാധിക്കുന്നു. പ്രൈസ് ജീസസ് ടാങ്കിലോട്. ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി. ആരാധന, ആരാധന, ആരാധന. സ്തോത്രം. പ്രൈസ് ജീസസ് ടാങ്കിലോട്. ഹല്ലേലൂയ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.